അനുമോളുടെ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ തന്നെ ചില ചടങ്ങുകളും ചില കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല. അതിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ ഇനി പങ്കുവെക്കും. അത് പങ്കുവെക്കുമ്പോൾ ഇതെന്തിനാണ് ഒളിപ്പിച്ചു വെച്ചതെന്നും ഇത്രയും നാളും എന്തിനു ഒളിപ്പിച്ചു വെച്ചു എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇതായിരുന്നു അനുമോൾ പറഞ്ഞത്. അപ്പോഴേ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഇതിനു മുൻപ് കഴിഞ്ഞുവെന്നും അനുമോൾ അതെല്ലാം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നുവെന്നും. മാസങ്ങൾക്ക് മുൻപ്, അതായത് മാർച്ച് മാസത്തിലായിരുന്നു അനുമോളുടെയും ഭുവനേഷിന്റെയും എൻഗേജ്മെന്റ് നടന്നത് എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. അതും പക്ക തമിഴ് രീതിയിലായിരുന്നു അനുമോളുടെയും ഭുവനേഷിന്റെയും എൻഗേജ്മെന്റ് അന്ന് അരങ്ങേറിയതും. ഒരിക്കൽ ദിയയുടെ പെണ്ണുകാണൽ ചടങ്ങിൽ അശ്വിനും അശ്വിന്റെ വീട്ടുകാരും തമിഴ് രീതിയിലെ ചില ചടങ്ങുകൾ നടത്തിയത് എല്ലാവർക്കും ഓർമ്മ കാണും. അതുപോലെ ചില ചടങ്ങുകൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭുവനേഷിന്റെ വീട്ടിൽ നിന്നും നടത്തിയത്. അതെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അനുമോൾ കണ്ടുകൊണ്ടിരുന്നതും. അനുമോളുടെ വീട്ടിലേക്ക് തന്നെയാണ് അവർ എത്തിയത്. അനുമോൾ അവിടെ ഒരുങ്ങി നല്ല സുന്ദരിയായി നിൽക്കുമ്പോഴും പൂച്ചെണ്ടുകളുമായി ഭുവനേഷിനെ സ്വീകരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. സ്വർണവും പഴങ്ങളും പച്ചക്കറികളുമുള്ള വിഭവങ്ങൾ കൊണ്ട് ഒരു തട്ടിൽ ജാതകവും അതുപോലെ മോതിരവും കൈമാറിയാണ് ഇവർ ആ ചടങ്ങ് നടത്തുന്നത്. ഇതെല്ലാം പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണെങ്കിലും എല്ലാവരും ഇതിപ്പോൾ ഒരുമിച്ചാണ് നടത്താറുള്ളത്. അനുമോളുടെ വീട്ടിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഭുവനേശ്വർ തമിഴ് കുടുംബമായതുകൊണ്ട് തന്നെ അവരുടെ രീതി പ്രകാരമാണ് പഴവർഗ്ഗങ്ങളും സ്വർണവുമായി തളികയിൽ എത്തുന്നത്. പെൺവീട്ടിലേക്ക് പെണ്ണിനെ സ്വീകരിക്കാനും പെണ്ണിന്റെ കാര്യങ്ങൾ നടത്താനും നിശ്ചയമായിട്ടും ഉറപ്പിക്കലുമായിട്ടും തമിഴ് രീതിയിൽ ഇത്തരം ചടങ്ങുകൾ നടത്താറുണ്ട്. അത് തന്നെയാണ് അനുമോളുടെ വീട്ടിൽ നടന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ആരും പരാതി പറഞ്ഞില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊന്നും ആരും അധികം പറയാറില്ല. പ്രേക്ഷകരും അത് ഏറ്റെടുക്കാറും സംസാരിക്കാറുമില്ല. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത വളരെ കൃത്യമായി തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. ആരാധകർ ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുന്നത്. അനുമോളോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഇപ്പോൾ ഇവരുടെ വിവാഹ നിശ്ചയ ചടങ്ങ് ഇന്നലെ പങ്കുവച്ചത് ഏറ്റെടുക്കുകയാണ്. വളരെയധികം നെഗറ്റീവ് പ്രതീക്ഷിച്ച് തന്നെയാണ് അനുമോൾ ഈ വീഡിയോ പങ്കുവച്ചത്. എന്നാൽ പ്രേക്ഷകർ ആരും തന്നെ ഇതിനൊരു നെഗറ്റീവായി കണ്ടില്ല. പകരം അനുമോളുടെ പ്രൈവസിയെ മാനിക്കുകയായിരുന്നു ചെയ്തത്. വളരെ അങ്ങേയറ്റം വരെ സീക്രട്ടായി കൊണ്ടു നടന്നിരുന്ന അനുമോളുടെ ആ ഒരു സീക്രട്ട് ഫംഗ്ഷനായി തന്നെ ഇതിനെ കാണുന്നു. എല്ലാ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റെടുക്കുന്നു പറയുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് അനുമോളുടെ ഈ വീഡിയോ എല്ലാവരും കാണുന്നത്. വളരെയധികം പ്രീതിയോടെ തന്നെയാണ് ഈ വീഡിയോ എല്ലാവരും സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് സംസാരിക്കുന്നത്. അനുമോൾ ഇത്രയും നാളും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ള പരാതി ആരും തന്നെ പറഞ്ഞില്ല എന്നതും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറിച്ച് എല്ലാവരും ശ്രദ്ധിച്ചത് ഇതിനെപ്പറ്റിയുള്ള വാക്കുകൾ കൊണ്ട് തന്നെയാണ് എന്നുകൂടി നമുക്ക് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ തന്നെ ഈ ഒരു വാക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.